തിരുവനന്തപുരം റോയൽസ്, ട്രാൻഡ്രം റോയൽസ് ഇക്കുറി കരുത്തി കൂട്ടിയാണ് ലേലത്തിന് വന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പിക്ക് ഇന്ന് നമ്മൾ കണ്ടത് IPLലെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ പഞ്ചാബിൻ്റെ മിന്നും താരം വിഷ്ണു വിനോദിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും വലിയ പിക്ക് അവർ നടത്തിയിരിക്കുന്നത് വിഷ്ണു വിനോദാണ്. 7.8 രൂപയ്ക്ക് വിഷ്ണുവിനെ ഇങ്ങ് എടുത്തു. അപ്പോൾ ഒരു KP കൃഷ്ണപ്രസാദ്, KP എന്താണ് ഇന്നിപ്പോൾ കൂടെ ഓപ്പണേഴ്സ് ഹോട്ടൽ സ്വാഭാവികമായിട്ട് വിഷ്ണു ഉണ്ടാവുമല്ലോ, നിങ്ങൾ രണ്ടാളുമായിരിക്കും ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? നമ്മളങ്ങനെ ഒരുപാട് ചിന്തിച്ചില്ല. ഒബ്വിയസ്ലി ആ ഒരു സ്ലോട്ട്, ആ ഒരു കോമ്പിനേഷൻ വെച്ചാണ് നമ്മൾ ടീം സെലക്ട് ചെയ്തേക്കുന്നത്. ഓപ്പണിംഗ് ആ ഒരു 11 എഴുതിയിട്ട് ഓരോ ഓപ്ഷൻസ് ഇട്ടതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും നമുക്ക് കിട്ടി. നമ്മൾ ആ ഒരു ഓപ്ഷൻസ് വെച്ച് നമ്മളിങ്ങനെ പോയി. ഞാൻ തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ് ടീമിൽ. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഒരു പേപ്പറിലുള്ള ഒരു ടീമല്ല നമുക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ കോമ്പിനേഷൻ, നമ്മൾ ആ ഒരു ടീമായിട്ട് ജെല്ലാവുന്ന ആ ഒരു ടീമിൽ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ എല്ലാവരും ഒരു ഹാപ്പി ആയിട്ട് നിർത്തുക, ഒരു ഫുൾ ടൂർണമെൻറ്റ് എല്ലാം എൻജോയ് ചെയ്ത് അവരവരുടെ കളി മനസ്സോർന്ന് കളിക്കാൻ, എല്ലാവരും ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുക, ഒരു ഫുൾ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഒരു പ്ലെയറിൽ നിന്ന് എടുക്കുക. അതിലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇത്. നമുക്ക് അറിയാം T20 നമുക്ക് ഒരു മാച്ചിൽ നിന്ന് ഒരു 2-3 പ്ലേയേഴ്സ് വിചാരിച്ചാൽ മാറുന്നൊരു ഗെയിമാണ് T20 എന്ന് പറഞ്ഞാൽ. സോ 16 പ്ലേയേഴ്സും ഞാൻ ബിലീവ് ചെയ്യുന്നു ആർക്ക് വേണം ഒരു മാച്ചിന് പറയാം അവരുടെ ദിവസങ്ങളിൽ. സോ എല്ലാ 16 ഒരു നമുക്കറിയാം ഒബ്വിയസ്ലി ഒരു സൂപ്പർ സ്റ്റാർ ഒരു എഫക്റ്റ് ഉണ്ട് ടീമിൽ. 7 years അല്ലെങ്കിൽ 8 years IPL കളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കേരളത്തിന് വേണ്ടി ഇത്രയും പെർഫോം ചെയ്ത ഒരു പ്ലെയർ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്ലെയറിലേക്ക് ഒരു ഇത് പോകും. ഒബ്വിയസ്ലി അത്രയും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്ലെയറിനെ എടുത്തതെല്ലാം. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രഷർ കൊടുക്കാതെ ആയാലും ഒന്നുമല്ല, ആ ഒരു 16 പ്ലേയേഴ്സിനും എനിക്ക് വിശ്വാസമുണ്ട്. അവരുടെ ദിവസങ്ങൾ അവർ പെർഫോം ചെയ്യും, നമുക്ക് ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും. സോ തീർച്ചയായും ഈ വർഷം നല്ലപോലെ ചെയ്യാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ കോച്ചിന് ഒരു പ്രഥമ ദൗത്യം കൂടിയാണ്, കുറേ കൂടി റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആരെങ്കിലും കിട്ടാതെ പോയി എന്ന് ലേലം കഴിയുമ്പം നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. അപ്പം പ്രതീക്ഷിച്ച ആൾക്കാരെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ നോക്കിയത്. അതിൽ വിഷ്ണു വിനോദിനെ കിട്ടിയതിൽ സന്തോഷം. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഈ കേരളത്തിലെ മുൻ ക്യാപ്റ്റൻ സിജോ മോൻ ജോസഫിനെ നിങ്ങൾ നിർബന്ധപൂർവ്വം ഞങ്ങൾ ടീമിലേക്ക് വേണമെന്നുള്ളൊരു തരത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ആ കോമ്പിനേഷനാണ് നോക്കിയത്. നമുക്ക് അജിത്ത് എന്തായാലും നമ്മൾ റീറ്റെയിൻ ചെയ്തു, അജിത്തിനെ ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ. അപ്പോൾ നമുക്കൊരു സ്പിൻ ഓൾറൗണ്ടർ ടീമിലോട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോൾ കേരളത്തിലെ ബെസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് സിജോ മോൻ ജോസഫാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് സിജോ ക്യാപ്റ്റനായിരുന്നു, കേരള ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് നമ്മൾ സിജോനെ നോക്കിയതാണ്.